നാമി ദിനേശ് ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം. നാമി, പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇതിന്റെ വന്ദേ ഭാരതിന്റെ നിരക്ക് തന്നെയാണ്. കൊള്ള നിരക്കില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഇപ്പോൾ സാധാരണമായി ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവർ ഇരട്ടി തുക നൽകി സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 8 മണിക്കൂർ കൊണ്ട് അതിന്റെ പകുതി തുക നൽകി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും അല്ലേ? അതാണ് അനുശ്രീ. നമുക്കറിയാം, സാധാരണ ഈ ആഘോഷ ദിവസങ്ങളിൽ, ഓണമായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ദീപാവലി, അങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങളിലൊക്കെ ബംഗളൂരിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് വലിയ നിരക്കാണ് അവർ ഈടാക്കുന്നത്. ഇപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബസ്സിൽ വരുമ്പോൾ, ദീർഘദൂര ബസ്സിൽ വരുമ്പോൾ ഇരട്ടി തുക ഈടാക്കുകയും ചെയ്യും. പക്ഷെ വന്ദേ ഭാരത് വരുന്നതോടുകൂടി അതിലൊരു വലിയ ആശ്വാസമുണ്ടാകും. AC-ക്ക് 1500-ഉം AC എക്സിക്യൂട്ടീവ് ചെയറിന് 2400 മാത്രമാണ് നിരക്ക് വരുന്നത്. അത് തന്നെ വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ വളരെ സൗകര്യത്തോടു കൂടി 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് തന്നെ ഇവർക്ക് എത്താനും സാധിക്കും. എന്നോടൊപ്പം കുറച്ച് ഈ ജീവനക്കാർ ചേരുന്നു, ട്രെയിൻ ജീവനക്കാർ തന്നെ ചേരുന്നുണ്ട്. ചേച്ചി, എന്ത് തോന്നുന്നു? തോന്നുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. കയറാൻ സാധിച്ചില്ല. ഞങ്ങൾ ഇനോഗ്രേഷൻ ഫംഗ്ഷന് വേണ്ടി വന്നതായിരുന്നു. അപ്പൊ കയറാൻ പറ്റി. അവിടെ വരെ പോയി ഇറങ്ങാം. സന്തോഷം. തൃശ്ശൂർ ഇറങ്ങും. ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതി കയറുന്നത്. ആലുവയിലെ സ്റ്റാഫാണ് ഞങ്ങള്. കുറച്ചുപേരുണ്ട്. നിങ്ങളെല്ലാരും വലിയൊരു ആഘോഷമാക്കി. അതെ അതെ, ആഘോഷമാക്കിയാണ്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. അതെ അതെ. ഇനി ഇതുപോലെ ഒരുപാട് വന്ദേ ഭാരത് നമുക്ക് ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ ചേച്ചി, വളരെ സന്തോഷമുണ്ട്. ഞാൻ രണ്ടാമത്തെ ടൈമാണ്. ഞാൻ തൃച്ചി ഡിവിഷനിലായിരുന്നപ്പോൾ അവിടെ വെച്ച് ലോഞ്ച് ചെയ്ത ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടൈം. വളരെ വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഇത് വലിയ. അതെ അതെ അതെ, ബാംഗ്ലൂര് ഒത്തിരി ആൾക്കാർ നമ്മുടെ മലയാളീസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഇതുപോലെ ഇനിയും പുതിയ ട്രെയിനുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചി, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ആദ്യമായിട്ടാണ്? അതെ, ആദ്യമായിട്ടാണ്. വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. സാധാരണയുള്ള ട്രെയിനിന്റെ തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ യാത്രക്കാർക്ക് വളരെ സമാധാനം സന്തോഷവും കിട്ടി യാത്ര ചെയ്യാൻ പറ്റും. വിശ്വാസത്തോടെ ഫുഡും കഴിക്കാം. അതെ 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 അതെ, അതും വന്ദേ ഭാരതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ വലിയ സന്തോഷം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും ഇവിടെ രാവിലെ നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ ഫോട്ടോയും സെൽഫി സെക്ഷനും ഒക്കെ കഴിഞ്ഞ് ചേട്ടാ സ്റ്റാറ്റസ് ഇട്ടു. ആദ്യമായിട്ടാണ് നമ്മൾ വന്ദേ ഭാരത് കയറുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മലയാളികൾ നമ്മുടെ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും IT ഫീൽഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഫീൽഡുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഇപ്പോൾ ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ. നമുക്ക് ട്രെയിൻ വളരെ കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളത്തിലേക്ക് വളരെ കുറവ് ട്രെയിനുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വന്ദേ ഭാരത് ട്രെയിൻ വരുമ്പോൾ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് എത്തുവാനും ഇനിയും മികച്ച രീതിയിലുള്ള വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ധാരാളം പേർക്ക് ബസ്സുകളിൽ യാത്ര ചെയ്യാതെ ട്രെയിനിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിൽ എത്താൻ സാധിക്കും. എന്തായാലും ഇത് വളരെ സന്തോഷമായ ദിനം കൂടിയാണിന്ന്. നമ്മുടെ ഒരു ബാംഗ്ലൂർ എറണാകുളം ആദ്യം ഉണ്ടായിരുന്നെങ്കിലും അത് സ്ഥിരമല്ലായിരുന്നു. സ്ഥിരമാക്കിയാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷം. ഇങ്ങനെ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഇനി യാത്ര ചെയ്യാം. തന്നെയാണ് എല്ലാവരും പറയുന്നത്. സൗകര്യപ്രദമായി യാത്ര ചെയ്യാം. എറണാകുളം, തിരുവനന്തപുരം, ബംഗളൂരു അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ബംഗളൂരിലേക്കും ഉള്ള ട്രെയിനുകളുടെ സർവീസുകളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ വരുമ്പോഴത്തേക്കും ആളുകളെ സംബന്ധിച്ച് ഇവിടെ എത്തുക എന്നുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ എത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ അല്പം ആശ്വാസം തരുന്നത് തന്നെയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് കുറച്ച് കൂട്ടുകാരും കൂടി ചേരുന്നുണ്ട്. ഹായ്. ആദ്യമായിട്ടാണ്? സന്തോഷം. എന്ത് തോന്നുന്നു? നല്ല സന്തോഷമുണ്ട്. എക്സൈറ്റഡ് ആണ്? അതെ, ഞാൻ റെയിൽ ഫാനാണ്, അങ്ങനെ കിട്ടിയതാ. റെയിൽ ഫാനാണ്, അങ്ങനെ കിട്ടിയതാണ് ഈ ബസ്. തൃശ്ശൂരാണ് പോയി ഇറങ്ങുന്നത്? പാലക്കാടാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇനിയും വന്ദേ ഭാരതിലൊക്കെ യാത്ര ചെയ്യും? ആണ്. സന്തോഷം. വന്ദേ ഭാരത് യാത്ര ചെയ്യാൻ പറ്റിയാൽ ആദ്യത്തെ ദിവസം തന്നെ പോകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. റെയിൽ ഫാനാണ്, യൂട്യൂബറാണ്. അപ്പോൾ ഈ ട്രെയിനിൽ പോകാൻ പറ്റിയത് ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടിയിലിപ്പം പോകുന്നത്. അതിന് മുന്നേ വന്ദേ ഭാരതിൽ പോയിട്ടുണ്ട്. അപ്പോൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ആൾക്കാർക്ക് സേഫ്റ്റിയും അതുപോലെ കംഫർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ സ്പീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ട്രെയിനും നമുക്ക് ആക്കാവുന്നേ ഉള്ളൂ വന്ദേ ഭാരതിൻ്റെ രീതിയിലേക്ക്. അതിന് നമുക്ക് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റിയാലേ ആവുകയുള്ളൂ.
പക്ഷേ ഇതുപോലുള്ള സൗകര്യങ്ങൾ യാത്രക്കാർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സുരക്ഷിതമായിട്ടും പോകാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നം ട്രെയിനിൽ സുരക്ഷയില്ലായ്മയാണ്. പക്ഷേ വന്ദേ ഭാരതിൽ നമുക്ക് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇതുവരെ ഇല്ല. പിന്നെ ബാക്കി ഇതുപോലെ കൊണ്ടു നടക്കേണ്ടത് നമ്മൾ യാത്രക്കാരുടെ ഉത്തരവാദിത്തമാണ്. റെയിൽവേ ഉണ്ടാക്കി തരുന്ന കോച്ചുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് നമ്മുടെ ഓരോ യാത്രക്കാരും ചെയ്യേണ്ടതാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബാക്കി റെയിൽവേ എന്താ പറയുക നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യം നല്ല രീതിക്ക് കൊണ്ടു നടക്കുക എന്നുള്ളത് നമ്മളാണ്. പല ട്രെയിനിലും ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കൊണ്ടാണ് ട്രെയിനിൽ കോച്ചുകളിൽ ഉണ്ടാകുന്ന പല മെയിൻ്റെനൻസിൽ ഉണ്ടാകുന്ന പല ഭാഗങ്ങൾക്ക് കാണാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതൊക്കെ കുറേ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇതുകൊണ്ടാണ്. അതൊക്കെ മാറ്റി നിർത്തി നമ്മൾ യാത്രക്കാരും കൂടി ഇതായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നല്ല രീതിക്ക് മാറും. എന്നാണ് ബംഗളൂരുവിലേക്ക് പോകുന്നത്? ബംഗളൂരിലേക്ക് അടുത്ത് തന്നെ യാത്ര പോകണം. ഇപ്പം പാലക്കാട് വരെയാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ബംഗളൂരുവിലേക്ക് പോകാനൊക്കെ ആളുകൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സുരേഷ് ഗോപി MP യാത്രക്കാരെ കാണുകയാണ്. അദ്ദേഹം എല്ലാ കോച്ചുകളിലേക്കും നടന്ന് യാത്രക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു നീങ്ങുന്നത്. ഇപ്പോൾ ഈ ബ്ലോഗർ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇത്രയും സൗകര്യം നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ അത് കൃത്യമായി തന്നെ സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് നമ്മുടേത് തന്നെയാണ്. ഈ വന്ദേ ഭാരതിൽ നമുക്കറിയാം ഈ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായി, വിവാദങ്ങളും ഒക്കെ ഉണ്ടായതും നമ്മൾ ശ്രദ്ധിച്ചുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ഇതിന്റെ ഒരു സുരക്ഷ കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ ഒരു വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, യാത്രക്കാരുടെ കടമയാണ്, നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ ആ രീതിയിലേക്ക് കൂടി യാത്രക്കാർ ശ്രദ്ധിക്കണം എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ആ ബ്ലോഗർ തന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ കൂടുതൽ വന്ദേ ഭാരത് ഉണ്ടാകുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. നമുക്ക് ഉടനെ കൂടുതൽ വന്ദേ ഭാരതുകൾ ലഭിക്കും, ദീർഘദൂര സർവീസുകൾ ഉണ്ടാകും. നമ്മുടെ യാത്ര എത്രത്തോളം എളുപ്പമാക്കാമോ ആ രീതിയിലേക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ നമുക്കും നൽകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ കേരളത്തിലെ യാത്ര അല്ലെങ്കിൽ റോഡുകൾ എത്രമാത്രം മോശ അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതാണ്, നമ്മൾ ദിനംപ്രതി നമ്മൾ വായിക്കുന്നതാണ്, നമ്മൾ അറിയുന്നതാണ്. അതിൽ നിന്നൊക്കെ വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ വന്ദേ ഭാരത്. ട്രെയിൻ സമയത്തിലൊക്കെ ചെറിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് കിട്ടിയ സൗകര്യം അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ആളുകളൊക്കെ സുരേഷ് ഗോപി MPയെ കണ്ടതിന്റെ ഒരു സന്തോഷം കൂടിയാണ്. പലരും വീഡിയോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, സ്റ്റാറ്റസ് ആക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മുടെ 3ാമത്തെ വന്ദേ ഭാരതാണ്. അപ്പോൾ ഇത്രയും ദീർഘദൂര വന്ദേ ഭാരത് ലഭിക്കുമ്പോൾ അതിന്റെ സന്തോഷം അല്പം കൂടി ഇരട്ടിയാകും. അങ്ങനെ സന്തോഷത്തിന്റെ ചൂളം വിളിച്ചുകൊണ്ട് നമ്മുടെ വന്ദേ ഭാരത് എറണാകുളം ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടുന്ന് പുറപ്പെടും. അതിനുശേഷം തൃശ്ശൂര്, പാലക്കാടും ആണ് കേരളത്തിൽ 3 സ്റ്റോപ്പുകളാണുള്ളത്. എറണാകുളം സൗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരും പാലക്കാടും മാത്രമായിരിക്കും വന്ദേ ഭാരത് നിർത്തുക. അതിനുശേഷം കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, കൃഷ്ണരാജപുരം, ബംഗളൂരു. അങ്ങനെ 11 മണിക്കാണ് വൈകിട്ട് ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുന്ന വന്ദേ ഭാരത് എന്തായാലും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്, പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുകയാണ്. വളരെ സന്തോഷം തന്നെയാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അത്രയേറെ സൗകര്യം നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത്.